KCBയെ കുത്തുപാളയെടുപ്പിക്കുന്ന കെടുകാര്യസ്ഥതയാണ് ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന ആക്ഷേപം ശക്തമാണ്. മണിയാർ പദ്ധതിയുടെ കാര്യത്തിൽ പോലും ഈ അനാസ്ഥ വ്യക്തമാണ്. ചുരുങ്ങിയ ചെലവിൽ വൈദ്യുതി വാങ്ങിയ കരാർ റദ്ദാക്കി പുതിയ കരാർ ഉണ്ടാക്കിയത് വഴിയും വൈദ്യുതി ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കി. ഈ കെടുകാര്യസ്ഥതകളെല്ലാം മനഃപൂർവ്വമാണോ എന്ന് തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കടത്തിൽ മുങ്ങി പ്രതിസന്ധിയെ നേരിടുന്ന സംസ്ഥാന സർക്കാർ KCBയുടെ വരുമാന നഷ്ടത്തെയും താൽക്കാലിക പ്രതിസന്ധി മറികടക്കാനുള്ള വഴിയാക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വായ്പയെടുക്കൽ പരിധിയിൽ കേന്ദ്രം 0.5% വർധനവ് അനുവദിക്കാൻ വേണ്ടി KCBയുടെ കഴിഞ്ഞ വർഷത്തെ നഷ്ടത്തിന്റെ 90% ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ 6250 കോടി രൂപ കൂടുതൽ വായ്പ എടുക്കാൻ അനുമതി കിട്ടും. ഫലത്തിൽ KCB ലാഭത്തിലായിരുന്നുവെങ്കിൽ സർക്കാരിന് ഈ തുകയുടെ വായ്പ ലഭിക്കുമായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നഷ്ടത്തെയും കടമെടുക്കാനുള്ള വഴിയാക്കിയാണ് സംസ്ഥാന സർക്കാർ കണ്ടിരിക്കുന്നത്. വർഷം തോറും KCBയുടെ നിശ്ചിത ശതമാനം നഷ്ടം ഏറ്റെടുത്താൽ സംസ്ഥാന സർക്കാരിന് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% എന്ന പതിവ് വായ്പാ പരിധിക്ക് പുറമെ 0.5% കൂടി കടമെടുക്കാൻ അർഹത ലഭിക്കും. ഇത് പ്രകാരമാണ് നടപടി. ഓഡിറ്റ് പ്രകാരം KCBയുടെ 2023-2024 നഷ്ടം 549.21 കോടിയാണ്. ഇതിന്റെ 90% 494.28 കോടി ഏറ്റെടുത്താണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത്. അതേസമയം ഈ നഷ്ടത്തിന്റെ പേരിലാണ് കഴിഞ്ഞ മാസം നിരക്ക് വർധന നടപ്പാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത്.